Watch India's largest kids library only on Jio Hotstar. Download the app now. പത്ലു കണ്ടില്ലേ ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്? ഇതിൽ എഴുതിയിരിക്കുന്നത് വിരുന്നുകാരൊക്കെ മുകളിലുള്ള ദൈവങ്ങളെ പോലെ അത്രേ. നമ്മളൊക്കെ അവരെ നല്ലപോലെ ശ്രദ്ധിക്കണമത്രേ. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഞാൻ എല്ലാ വിരുന്നുകാരെയും ശ്രദ്ധിക്കുന്നതായിരിക്കും, ഒരുപാട് സന്തോഷിപ്പിക്കുന്നതുമായിരിക്കും. അപ്പോ ഇതാണ് കാര്യമെങ്കിൽ തയ്യാറായിക്കോളൂ. നിങ്ങളുടെ വിരുന്നുകാരൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ശരിയാ മോട്ടു, പക്ഷെ നീ ഇപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ ആരാ വിരുന്നുകാർ വരുന്നത്? മോട്ടു, വിരുന്നുകാരൻ ആ ഈശ്വരനെ പോലെയാണ്. ഇതെന്ത് അതിശയമാ ഇത്? വിരുന്നുകാരെന്ന് പറഞ്ഞപ്പോഴേക്കും വിരുന്നുകാരൻ എത്തിയോ? ജോണേ, നീയോ? ഞാൻ തന്നെ. ഞാൻ മോട്ടുവിനെ പോലെ ഒരു നല്ല മനുഷ്യന് വിരുന്നുകാരനായിട്ട് വന്നിരിക്കുകയാണ്. വന്നാട്ടെ വന്നാട്ടെ, വിരുന്നുകാരൊക്കെ മുകളിലുള്ള ദൈവത്തെ പോലെയാണ്. പറഞ്ഞാട്ടെ, എന്താ കഴിക്കാൻ വേണ്ടത്, എന്താ കുടിക്കാൻ വേണ്ടത്? എന്റെ മോട്ടു, നീ എന്തായി ചോദിക്കുന്നത്? ഇവൻ കള്ളനാണെന്ന് അറിയില്ലേ? ഏയ് അല്ലല്ല പത്ലു, ഇത് നമ്മുടെ വിരുന്നുകാരാണ്. വിരുന്നുകാരന് കൊടുക്കേണ്ട മര്യാദ നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. ഞാൻ പുറപ്പെടാണ് മോട്ടു. ബൈ ബൈ, നമസ്കാരം. വളരെ നന്ദി. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന നിങ്ങളുടെ ഇത്രയും സമയം നിങ്ങൾക്ക് സന്തോഷം തന്നിരുന്നോ? എന്റെ മോട്ടു, ജോൺ നമ്മുടെ കൺമുമ്പിൽ വെച്ച് എല്ലാ സാധനവും എടുത്തോണ്ട് പോയി. നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത്? അല്ല, ഞാൻ എന്ത് ചെയ്യാനാ പത്ലു? പെട്ടെന്ന് ഒരാള് നമ്മുടെ വിരുന്നുകാരനായിട്ട് കയറി വരുന്നു. കുഴപ്പമില്ലല്ലോ മോട്ടു, നീ എനിക്ക് മുൻപേ വന്നോ. നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നതാ ജോൺ ചേട്ടാ. വീട്ടിലാവുമ്പോ നിങ്ങൾ വിരുന്നുകാരനാണല്ലോ, പക്ഷെ ഇവിടെ ആവുമ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വരൂ, വാനിനകത്ത് ചെന്നിരുന്ന് എനിക്ക് നിന്നോടൊരു കാര്യം പറയണമായിരുന്നു. ആ സാധനങ്ങളെ കുറിച്ചാണ്. കള്ളൻ എന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോയതേ. വരൂ. വേണ്ട വേണ്ട, വേനൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ സംസാരിച്ചു തീർക്കാം. വേണ്ട, എനിക്ക് അയ്യോ എന്റെ അമ്മേ, അയ്യോ. വീട്ടിലേക്ക് വിളിച്ച് വിരുന്ന് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്ന് എന്നെ അടിച്ചു പിഴിയുന്നേ. വളരെ നന്നായി ജോണേ, വളരെ നന്നായി. വീണ്ടും വിരുന്നുകാരനായിട്ട് എന്റെ വീട്ടിലോട്ട് വരണം കേട്ടോ. ബൈ. അവൻ ജീവിതകാലം മൊത്തം മറക്കാത്തതുപോലെ ഞാനൊരു വിരുന്നുകാരനെ വരുത്തിക്കാം. ഫുർഫുറി നഗരവാസികളെ, എല്ലാവരും കേട്ടോളൂ. സഹോദരി സഹോദരന്മാരെ, എല്ലാവരും നല്ലോണം കേൾക്കൂ. ഇവരാണ് സുദാമ പൈൽവാൻ. ഇവരാണ് ഫുർഫുറി നഗരത്തിന്റെ വിരുന്നുകാരൻ. പിന്നെ നമ്മുടെ നഗരവാസികൾക്ക് കുസ്തിയും പഠിപ്പിച്ചു കൊടുക്കും. പറയൂ, ആരാണ് ഇവരുടെ കൂടെ കുസ്തി ചെയ്യാൻ പോകുന്നത്? പറയൂ, ആരാണ് ചെയ്യാൻ പോകുന്നത്? വേഗം. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടുനെ പോലെ ഒരു ഗുസ്തിക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. മോട്ടു, ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് ഈ ഗുസ്തിക്കാരനോടൊപ്പം ഗുസ്തി ചെയ്യൂ. മോട്ടു, അവൻ നിന്നെ നന്നായി കുടുക്കിയിരിക്കുക. ഇല്ല ഇല്ല പത്ലു, പോയല്ലേ പറ്റൂ. അവൻ നമ്മുടെ നഗരത്തിന്റെ വിരുന്നുകാരനാണ്. നമ്മൾ അദ്ദേഹത്തെ ഒരിക്കലും അപമാനിച്ചു വിടാൻ പാടില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് മോട്ടു. ഓൾ ദ ബെസ്റ്റ്. മോട്ടു കുടുങ്ങി. മോട്ടു, ഇന്നത്തെ ക്ലാസ് ഇതോടെ പൂർത്തിയാകുന്നു. ഇല്ല ഇല്ല, അപ്പോഴേക്കും എങ്ങനെ കഴിയും? 3 കളിയല്ലേ കളിച്ചിട്ടുള്ളൂ. ഇതുപോലെ കുറെ ക്ലാസ് ദിവസം ഉണ്ടാകും. ദിവസവുമോ? എന്തിനാ അങ്ങനെ കിടന്ന് കരയുന്നത്? ശരീരം മുഴുവൻ വല്ലാണ്ട് വേദനിക്കുന്നു. അവിടുന്ന് എങ്ങനെ കരഞ്ഞിരുന്നെങ്കിൽ ആ വിരുന്നുകാരൻ അതൊരു അവമാനമാവില്ലേ? അതുകൊണ്ട് ഇവിടുന്നെങ്കിലും ഒന്ന് കരഞ്ഞോട്ടെ. പൊളിച്ചെടുത്തല്ലോ മോട്ടോ. നിനക്ക് ഗുസ്തിയിലെ അടവുകളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലേ? വരുന്നുണ്ട് വരുന്നുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം ആർക്ക് ആരോടാണ് ദേഷ്യം വരുന്നതെന്ന്. ഈ അറ്റാക്ക് എങ്ങനെയുണ്ട് പറ, ഇതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട് പറ.
ഡോക്ടർ ചട്ക ഇതിനെന്തിരുന്ന് ചെയ്യണേ? ഏയ് അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീയല്ലേ എന്നെ കുടുക്കി കളഞ്ഞത്. അപ്പോൾ നീ എന്റെ തല്ല് വാങ്ങിക്കാനും അർഹനാണ്. എന്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ നിന്നെ തല്ലിക്കൊണ്ടേയിരിക്കും. എന്റെ ചങ്ക എന്റെ ബ്രോ ഇത് കുടിക്ക്. ഇതിനു ശേഷം നിനക്ക് അടി കൊള്ളുകയേ ഇല്ല. അവൻ നിന്നെ എത്ര അടിച്ചാലും ശരി, നീ റബ് ഹീറോനെ പോലെ എത്ര അടിച്ചാലും എണീറ്റ് നിൽക്കൂ. അതെ, സത്യമാണോ പറയുന്നത് വലിയേട്ടാ? അതേ മോട്ടു, ശരിയാണ്. ഇനി വന്നിരിക്കുന്ന വിരുന്നുകാരനും വിഷമമുണ്ടാവില്ല. മാത്രമല്ല ക്ലാസ്സസും നടന്നുകൊണ്ടേയിരിക്കും. നിനക്ക് ഞാൻ പൈസ ഡബിൾ ആയിട്ട് തരാം. മോട്ടുവിനെ എത്ര അടിക്കണമെന്ന് വെച്ചാൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പാടില്ല. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ജോൺ സാറേ. ഞാൻ ഇന്ന് അയാളെ എടുത്ത് നല്ല അലക്കം കടലക്കും. അമ്മാതിരി തല്ല അയാളുടെ ജീവിതത്തിൽ കൊണ്ടു കാണത്തില്ല. വേണ്ട, മതി. ഒത്തിരി അടി കൊണ്ടു. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ തന്നെ അങ്ങ് നിർത്താം. ഇല്ല ഇല്ല, ഇനി 1 മണിക്കൂർ ബാക്കി കിടപ്പുണ്ട്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, നിങ്ങളും പഠിച്ചല്ലോ, അത് തന്നെ ധാരാളം. നിങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരനാണ്. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അല്ല, ഇത് എന്തിട്ട് മനുഷ്യനായാള്? ഞാൻ അയാളെ ഇങ്ങനെ തല്ലി അങ്ങനെ തല്ലി, പിന്നെ അടിച്ചടിച്ച് ഞാൻ ക്ഷീണിച്ചു. അയാൾക്ക് യാതൊരു ക്ഷീണവും ഇല്ല. പോരാഞ്ഞായിട്ട് അയാള് പറന്ന് താങ്കളുടെ മണ്ടക്കിട്ടല്ലായിരുന്നു ചവിട്ടിക്കൊണ്ടിരുന്നത്. ഇതിന് പിന്നിലുള്ള രഹസ്യം ഞാൻ അറിഞ്ഞിട്ട് വരാം. തീർച്ചയായിട്ടും ഇതിന് ജഡ്ക തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. എനിക്കതറിയാം. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, ഇന്നലെ കഴിച്ച മരുന്നിന്റെ ശക്തി തീർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് വീണ്ടും കുടിക്ക. രാത്രി ജഡ്ക തന്ന മരുന്ന് കുടിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചാടിയത്. പക്ഷെ ഇന്ന് അവന്റെ മരുന്നിനെ ഞാൻ മാറ്റി. ഇന്ന് നോക്ക് അവൻ എങ്ങനെ വേനിക്കുമെന്ന്. പോ. പക്ഷെ എന്റെ പൊന്നു സാറേ, അയ്യോ വേണ്ട. അല്ല, എന്താ ഇത്? മരുന്നിനൊരു പവറും ഇല്ലല്ലോ. വേദന എടുക്കണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് വേദന എടുക്കണ്ട്. ഇനി നോക്ക് എന്റെ ശക്തി. ഓ ചേട്ടാ, എന്റെ ചങ്ക എന്റെ ബ്രോ, ഇതെങ്ങനെ സംഭവിക്കോ? ഒന്ന് നിർത്താനാ പറഞ്ഞത്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ഇനി പത്തലുവിന്റെ ദേഹത്തെങ്ങാനും നീ കൈവച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയും കേട്ടോ. മോട്ടു, വിരുന്നുകാരൻ ആ ഈശ്വരനെ പോലെയാണ്. അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പാടില്ല. വിരുന്നുകാരനെ നീ ബഹുമാനിക്കണം, മനസ്സിലായോ? അതെ, ശരിക്കും ഇത് സത്യം തന്നെയാണ്. വിരുന്നുകാരെയൊക്കെ അപമാനിക്കുന്നത് ഒരിക്കലും ഞാൻ ചെയ്യാറില്ല, ഒരിക്കലും ചെയ്യില്ല. ഐഡിയ. എന്റെ അമ്മ, ഒരു നല്ല ന്യൂസ് ഉണ്ട്. നമ്മുടെ ബയൽവാൻ സുധാമ നമ്മുടെ നഗരത്തിൽ തന്നെ താമസിക്കട്ടെ. മാത്രമല്ല, ഗുസ്തി പഠിപ്പിക്കാനുള്ള സ്കൂൾ തുടങ്ങട്ടെ. അതിനുള്ള സ്ഥലം ഈ ഞാൻ തന്നിരിക്കും. ഇനിയിപ്പോ സുധാമ നമ്മുടെ നഗരത്തിലെ അതിഥിയല്ല, ഇവിടുത്തെ ഒരു ആളായി മാറിയിരിക്കുകയാണ്. മോട്ടു കേട്ടോ, ആ ഗുസ്തിക്കാരൻ ഇപ്പൊ വിരുന്നുകാരനല്ല. എവിടെ? പൊളിച്ചേ. ഇനി കണ്ടോളൂ ഞാൻ എങ്ങനെയാണ് തുണി അലക്കുന്നതെന്ന്.
ചിങ്കാം സാർ ഈ കുസ്തികളി നിർത്തു മതി. മോട്ടു എന്നെ ക്ഷമിച്ചേക്ക് പ്ലീസ്. എനിക്ക് മാപ്പ് തരണം. വേണ്ട വേണ്ട വേണ്ട. Watch India's largest kids library only on Geo Hotstar. Download the app now.